ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നൊരു അമ്മയുണ്ടായിരുന്നു. അവർ അനാഥാലയത്തിലാണ് വെച്ചാൽ മക്കൾ ഉപേക്ഷിച്ചിട്ട് അനാഥാലയത്തിലാണ് അവരുള്ളത്. അപ്പോൾ സീരിയലും ടെലിവിഷനുമാണ് അവരുടെ ഏക സമയം തള്ളി നോക്കാനുള്ള വഴി. അപ്പോൾ അവർ തന്നെ വിളിച്ചിട്ട് മോൻ്റെ എല്ലാം കാണാറുണ്ട്, എല്ലാ സീരിയലും അവർ കാണാറുണ്ട്. പക്ഷേ സിനിമ പുറത്തു പോയി കാണാൻ പറ്റാറില്ല, തിയേറ്ററിൽ പോയി കാണാൻ പറ്റാറില്ല എന്നൊക്കെ പറയും. അപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നത്. പിന്നെ പുതിയതായിട്ട് വരുന്ന ഇപ്പോൾ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ഒരു 4-5 പടം ചെയ്താലും കുഗ്രാമങ്ങളിൽ നമുക്ക് അവരൊരു പക്ഷേ അവിടുത്തെ സ്ത്രീകളോ മുതിർന്ന ആൾക്കാർ ഒരു പക്ഷേ അവരെ തിരിച്ചറിഞ്ഞോളണമെന്നില്ല. അതെ, നാട്ടിൻപുറത്ത് എപ്പോഴും സീരിയലിലേക്കായിരിക്കും കൂടുതൽ. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്കായിരിക്കാം ഒരു പക്ഷേ ടെലിവിഷൻ താരങ്ങൾക്കായിരിക്കാം അവിടെ കൂടുതൽ തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത്. ടെലിവിഷനിൽ കൂടുതൽ ചെയ്താൽ സിനിമയിൽ ചാൻസ് കുറയും, അങ്ങനെയൊക്കെ ഉള്ളത് ശരിയാണോ? ശരിയാണ്. കാരണം ഞാൻ ഇതിൽ ചെയ്യുന്നതും അഭിനയമാണ്, അതിലും അഭിനയമാണ്. ഒരു പുതുമ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും, സംവിധായകനാണെങ്കിലും എല്ലാം ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ഇത്രയും വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നൊരു മുഖമാണല്ലോ എൻ്റെ. അപ്പോൾ ഒരുപക്ഷെ പുതിയ മുഖങ്ങൾ തേടി പോകുന്നതിൽ അവരെയും കുറ്റം പറയാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ പുതിയ കഥാപാത്രങ്ങളെ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതും കൂടി സംവിധായകർ അതെ.